ഹായ്, എൻ്റെ പേര് ജാസ്. ഇതെൻ്റെ ഫസ്റ്റ് വ്ളോഗാണ് കേട്ടോ. ഞാനിങ്ങനെ കുറച്ച് ട്രാവലൊക്കെ ചെയ്യാറുണ്ട്. മെയിനായിട്ട് ഇതിൽ ഞാൻ മ്യൂസിക് റിലേറ്റഡാണ് ഇടാറ്, പക്ഷേ ഞാൻ ട്രാവലും ചെയ്യാറുണ്ട്. സോ അതോടെ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് ഞങ്ങൾ ലാസ്റ്റ് പോയ മണാലി ട്രിപ്പാണ് കേട്ടോ. ഇവിടുന്ന് നമ്മൾ മംഗള എക്സ്പ്രസ്സിലാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്തത്. കൊച്ചിയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ അത് നമുക്ക് ഭയങ്കര സീനായിരുന്നു. കാരണം നമുക്ക് ലാസ്റ്റ് ടൈം വരെ നമ്മൾ 2 മാസം മുമ്പേ നമ്മൾ ബുക്ക് ചെയ്തു കേട്ടോ. പക്ഷേ നമുക്ക് ലാസ്റ്റ് മൊമെൻറ്റിൽ വരെ വെയിറ്റിംഗ് ലിസ്റ്റ് ആയിരുന്നു. ബട്ട് ഫോർച്ചുനേറ്റ്ലി നമുക്ക് ഒരു 4 hours മുമ്പ് ഫൈനൽ ലിസ്റ്റിൽ നമുക്ക് കൺഫേം ആയി. അങ്ങനെ നമ്മൾ ട്രെയിനിലാണ് ഡൽഹി വരെ എത്തിയത്. ഡൽഹിയിൽ നമ്മൾ അവിടുന്ന് മണലിലേക്ക് ബസ്സിലാണ് കേട്ടോ ട്രാവൽ ചെയ്ത്. ഏകദേശം 1000 rupees അവിടുന്ന് വരുന്നുള്ളൂ. അല്ല, ഡൽഹിയിലെത്തിയപ്പോൾ നമ്മൾ അവിടുന്ന് അടുത്ത ട്രെയിൻ എടുത്തു ജാർഖണ്ഡിലേക്ക്. അവിടെ നിന്നാണ് നമ്മൾ മണാലിയിലേക്ക് ബസ് കയറിയത്. ഏകദേശം 1000 rupees അടുത്താട്ടോ വരുന്നത്. മോർണിംഗ് തന്നെ നമ്മൾ മണാലി എത്തി. അവിടെ ഏകദേശം -6 degree ആണ് കേട്ടോ അവിടെ നമ്മൾ വന്നപ്പോൾ തന്നെ ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ബുക്ക് ചെയ്ത റിസോർട്ടിൽ നമുക്ക് 7 മണി മുതൽ ചെക്കിൻ ഉണ്ടെന്നാണ് പറഞ്ഞത്. നമ്മൾ 6 മണിക്ക് എത്തി. അവിടെ എത്തിയപ്പോൾ അവർ പറഞ്ഞു ചെക്കിൻ ചെയ്തോളൂ എന്ന് പറഞ്ഞു. നല്ല ആൾക്കാരായിരുന്നു കേട്ടോ, നല്ല പെരുമാറ്റമായിരുന്നു അവർ. ഏകദേശം നമുക്ക് അവിടെ പെർ ഡേ 2000 rupees ആട്ടോ റെൻറ്റ് വന്നത്. അങ്ങനെ നമുക്ക് ഫസ്റ്റ് നമ്മൾ ബുക്ക് ചെയ്ത റൂമല്ല കിട്ടിയത്, വേറെ ചെറിയൊരു റൂമാണ് കിട്ടിയത്. പക്ഷെ നല്ല വ്യൂ ആയിരുന്നു കേട്ടോ. അതിനുശേഷം നമുക്ക് റൂം കിട്ടി. പിന്നെ നമ്മളൊന്ന് ഫ്രഷപ്പായിട്ട് ഇത് നമ്മൾ രാവിലെ തന്നെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. കാരണം അവർ പറഞ്ഞു എപ്പോൾ വേണമെങ്കിൽ മഞ്ഞ് പെയ്യാം, അതിനു മുമ്പ് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. കാരണം നമുക്ക് രണ്ടും കാണുമല്ലോ, മഞ്ഞുള്ളതും കാണണം, ഇല്ലാത്തതും കാണും. അപ്പോൾ നമ്മൾ മോർണിംഗ് തന്നെ ഇറങ്ങി. ഇപ്പോൾ അങ്ങനെ മഞ്ഞൊന്നും വീണിട്ടില്ല, നല്ല തണുപ്പുണ്ട്, പക്ഷേ മഞ്ഞധികം ഉണ്ടായിരുന്നില്ല. സോ നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു റെൻ്റ് സ്കൂട്ടി അവിടെ പോയിട്ട് സ്കൂട്ടി എടുത്തു. അവിടെ ഹിമാലയം ബൈക്കൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ സ്കൂട്ടിയാണ് പ്രിഫർ ചെയ്തത്. സ്കൂട്ടിക്ക് ജസ്റ്റ് 700 rupees പെർ ഡേ വരുന്നുള്ളൂ. ഹിമാലയനൊക്കെ വന്ന സമയത്ത് 1300 മുതലുണ്ട് കേട്ടോ. നല്ല ബൈക്കാണ്. പിന്നെ നമ്മൾ എടുക്കുന്നതിൻ്റെ മുമ്പ് നമ്മൾ മൊത്തം ഒന്ന് വീഡിയോ എടുത്ത് വെക്കണം. കാരണം എൻ്റെ ചെയ്യുന്ന സമയത്ത് അവർ ഒരു 2000 rupees നമ്മളവിടെ ഡെപ്പോസിറ്റ് കൂടെ കൊടുക്കണം കേട്ടോ ഫസ്റ്റ് എടുക്കുന്ന സമയത്ത്. അപ്പോൾ അവർ ഫുൾ ചെക്ക് ചെയ്യും റിട്ടേൺ കൊടുക്കുന്ന സമയത്ത്. അപ്പോൾ സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് ഫുൾ എമൗണ്ട് അപ്പോൾ തന്നെ റിഫണ്ട് ചെയ്ത് തരും കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ഹിഡംപ ടെമ്പിളിലാണ് കേട്ടോ. ഇതാണ് ഹിഡംപ ടെമ്പിളിലേക്കുള്ള റോഡ്. നമ്മളിവിടെ ഇപ്പോൾ സ്റ്റെപ്പ് കയറിയിട്ടാണ് പോകുന്നത്. മറ്റൊരു വഴി ഇവിടെ ഉണ്ട് കേട്ടോ അപ്പുറത്തേക്ക്. അതിപ്പോൾ ഇത്ര സ്റ്റെപ്പ് കയറേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കുറച്ച് സ്റ്റെപ്പ് കയറിയിട്ടാണ് പോകുന്നത്. അത്യാവശ്യം കയറാണ് കേട്ടോ. ഒരു 15-20 മിനിറ്റ് നമുക്ക് ഇങ്ങനെ സ്റ്റെപ്പ് കയറാനുണ്ടാവും. തണുപ്പായതുകൊണ്ട് നമുക്ക് ക്ഷീണമൊന്നുമില്ല കേട്ടോ. നമ്മളിങ്ങനെ മെല്ലെ മെല്ലെ കയറി പോയി. ഇത് അവിടെ എത്തിയപ്പോൾ ചെറിയ ചന്തകളുണ്ട് കേട്ടോ. അവിടെ ഫുൾ ഹാൻഡിക്രാഫ്റ്റാണ് കേട്ടോ ഇതൊക്കെ. ഒരുപാട് ഇങ്ങനെ ചെറിയ ഷോപ്പുകളുണ്ട്, നമുക്ക് ഇഷ്ടപ്പെട്ട വാങ്ങാൻ പറ്റും. പെയിൻറ്റിങ്സും ഡ്രീം ക്യാച്ചറും കീ ചെയിൻസും അങ്ങനത്തെ ഒക്കെ ഉണ്ട്. പിന്നെ ഡ്രസ്സിനൊക്കെ അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഫസ്റ്റ് ഡൽഹി പോയിട്ട് അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് പോകുന്നതായിരിക്കും. ഡൽഹിയിൽ നല്ല രീതിക്ക് ഈ കോട്ടനൊക്കെ റേറ്റ് കുറവാണ് കേട്ടോ. അവിടെ സരോജിനി മാർക്കറ്റിൽ 200 rupees മുതൽ നമുക്ക് കിട്ടും. ഇത് യാക്കാണ് കേട്ടോ. അവിടെ യാക്കിൻ്റെ മുകളിൽ കയറി നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റുമേ. 100 rupees ആണ് കേട്ടോ ഒരു ഫോട്ടോയ്ക്ക്. 2 ഫോട്ടോയ്ക്കാണ് വരുന്നത്. പക്ഷെ നമ്മൾ എടുത്തിട്ടില്ല. പിന്നെ നമ്മളിപ്പോൾ ഹിഡംപ ടെമ്പിളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ കാണുന്നതാണ് കേട്ടോ ഹിഡംപ ടെമ്പിൾ. നമ്മൾ ഹീറോ മൂവിയിലൊക്കെ ഇത് കാണിക്കുന്നുണ്ട് കേട്ടോ. ഈ ടെമ്പിൾ അല്ലു അർജുൻ്റെ ഫിലിമിൽ അതിലൊക്കെ കാണിക്കുന്നുണ്ട്. ഇതാണ് ഹിഡംപ ദേവി ടെമ്പിൾ. നമ്മളങ്ങോട്ടേക്കാണ് പോകുന്നത്. നല്ല രീതിക്ക് ഇവിടെ തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഇവിടെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമുക്കിവിടെ ഫോട്ടോ ഒക്കെ എടുത്ത് വരാൻ ആൾക്കാർ മീൻസ് ഫോട്ടോഗ്രാഫേഴ്സ് നമുക്ക് ഫോട്ടോ വരെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കേട്ടോ. ഒരു 5 photos-ന് 200 rupees എങ്ങനെയാണ്. നമ്മൾ അതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല, നല്ല രീതിയിൽ അവർ ഫോട്ടോ എടുത്ത് തരുന്നുണ്ട്. പിന്നെ ഇതവിടുത്തെ കീ ചെയിൻസും കാര്യങ്ങളൊക്കെ നമ്മളിവിടുന്ന് കുറച്ച് കീ ചെയിൻസും കാര്യമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓഫീസിൽ കൊളീഗ്സിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. നല്ല അടിപൊളി ഡ്രീം ക്യാച്ചേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നമ്മളതൊക്കെ ഇങ്ങനെ അതിൻ്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് കുറച്ച് നേരം നടന്നു. ആ ടെമ്പിൾ പ്രാർത്ഥിച്ചു. നല്ല രീതിക്ക് തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഉള്ളിൽ അധികം ഫോൺ യൂസ് ചെയ്തിട്ടില്ല. പുറത്ത് നല്ല രീതിക്ക് തിരക്കുണ്ടായിരുന്നു, ഉള്ളിൽ നല്ല രീതിക്ക് തന്നെ തിരക്കുണ്ടായിരുന്നു. പിന്നെ ഗാർഡനൊക്കെ ഉണ്ട് കേട്ടോ, അതിൻ്റെ പാർക്ക് ഏരിയ അങ്ങനെയൊക്കെ ഉണ്ട്, നല്ല രസമുണ്ട്. പിന്നെ നമ്മൾ തിരിച്ചിറങ്ങി. പിന്നെ 2ാമത്തെ ദിവസമാണ് കേട്ടോ അത്. 2ാമത്തെ ദിവസം നല്ല മഴയും മഞ്ഞും കൂടെ ആയിരുന്നു. മഴയും മഞ്ഞും കൂടെ മിക്സായിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. ഭയങ്കര ബ്ലോക്കായിരുന്നു, ഫുൾ ബ്ലോക്കായിരുന്നു അവിടെ ഫുൾ മഞ്ഞ് വീണിട്ട് അങ്ങോട്ട് റോഡിലേക്ക് കൂടെ കടത്തി വരുന്നില്ല. ഫുൾ വാഹനങ്ങളൊക്കെ ഇങ്ങനെ കസോളിലൊക്കെ ഇങ്ങനെ ഫുൾ തെന്നി വീണുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇൻസ്റ്റഗ്രാം റീൽസിലും. അതുപോലെ
അപ്പോൾ നമ്മൾ കടത്തി വിടുന്നേ ഉണ്ടായിരുന്നില്ല. നമ്മൾ പകുതി വഴി വരെ എത്തി, പക്ഷേ പോലീസ് നമ്മൾ റിട്ടേൺ അയച്ചു. ഇതൊക്കെ കണ്ടില്ലേ, ഈ വാഹനങ്ങളൊക്കെ അങ്ങോട്ട് പോകാൻ നിൽക്കുക, പക്ഷേ ഇവരൊന്നും അയക്കാൻ പോകുന്നില്ല. കാരണം അവിടെ 4x4 വീൽസ് മാത്രമേ കടത്തി വിടുന്നുണ്ടായിരുന്നുള്ളൂ. ബാക്കിയൊന്നും കടത്തി വിടുന്നില്ല. 2 വീലേഴ്സ് ആണെങ്കിലും 4 വീലേഴ്സ് ആണെങ്കിലും കടത്തി വിടുന്നില്ല. 4x4 ആണെങ്കിൽ മാത്രമേ കടത്തി വിടുന്നുള്ളൂ. വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ കടത്തി വിടുന്നുണ്ടായിരുന്നുള്ളൂ. ബാക്കി കുറച്ച് പേരൊക്കെ നടന്നിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പിന്നെ റിസ്ക് എടുക്കാണ്ട് വെച്ചു, കാരണം അത്രയ്ക്ക് നല്ല മഞ്ഞും മഴയും കൂടെ ഒരുമിച്ച് പെയ്യുന്നുണ്ട്. പിറ്റേന്ന് പോകാമെന്ന് വിചാരിച്ചു. ഇതുണ്ടോ, നമ്മളവിടെ ഇറങ്ങി കുറച്ച് കോണൊക്കെ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ചുട്ടതായിരുന്നു കേട്ടോ, അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. 50 രൂപേൻ്റെ അടുത്ത് അതിന് വരുന്നത്. നല്ല രസമുണ്ടായിരുന്നു. ഇതാണ് മണാലി പുഴ കേട്ടോ. ഇത് റോഡ് സൈഡാണ്, നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. റോഡൊക്കെ പകുതി പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. നൈറ്റ് ആയപ്പോൾ മൊത്തം സ്നോ പെയ്തു കേട്ടോ. ഇത് നമ്മളെ റിസോർട്ട് കാണുന്ന കേട്ടോ. നമ്മൾ റൂമിൽ നിന്ന് വിൻഡോ ആണിത്, അതിൽ കൂടെ നോക്കുമ്പോൾ കാണുന്നത്. നമ്മൾ പുറത്തൊക്കെ ഇറങ്ങി ഫുൾ മഞ്ഞൊക്കെ കൊണ്ട് കേട്ടോ. രാവിലെ മഞ്ഞ് കാണാൻ പോകാൻ പറ്റാത്ത ക്ഷീണം മൊത്തം നമ്മൾ രാത്രിയിൽ മഞ്ഞ് കൊണ്ട് തീർത്തു കേട്ടോ. രാവിലെ ആയപ്പോൾ മൊത്തം നമ്മൾ ഇന്നലെ കയറി വന്നപ്പോഴുള്ള സ്ഥലമേ അല്ല, മൊത്തം വെള്ള കളർ മഞ്ഞ് മൊത്തം മൂടി കിടക്കുകയായിരുന്നു കേട്ടോ. ഇത് നമ്മളെ റൂമിൽ നിന്നുള്ള വ്യൂ ആണ്. അടിപൊളി വ്യൂ ആണ് കേട്ടോ. പിന്നെ നമ്മളെ റൂമിന് ഏകദേശം 2000 റുപ്പീസാണ് കേട്ടോ പെർ ഡേ റെൻറ്റ് വരുന്നത്. അതിൽ കുറവുള്ളതുകൊണ്ട് കൂടിയതുകൊണ്ട് ഏത് ടൈപ്പ് വേണമുണ്ട്. നമുക്കവിടെ 500 റുപ്പീസ് മുതൽ അവൈലബിൾ ആണ്. നമ്മൾ 2000-ാണ് എടുത്തത്, നമുക്കങ്ങനെ കിട്ടിയത്. ബാക്കി നല്ല രീതിക്ക് ഫുള്ളായിരുന്നു റൂംസും കാര്യങ്ങളൊക്കെ. മോർണിംഗ് കേട്ടോ, നമ്മൾ സ്നോയിലൊക്കെ പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തോട്ടെ, എന്തായാലും വന്നതല്ലേ. അപ്പോൾ സ്നോയിൽ ഫോട്ടോ എടുക്കുകയാണല്ലോ നമ്മൾ മെയിൻ ഒരു ഡ്യൂട്ടി, പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ സ്നോയിലൊക്കെ ഇറങ്ങി കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഇല്ല, മലയൊക്കെ കാണാൻ എന്ത് രസമാണ്. ഫുൾ ഇങ്ങനെ വെള്ള പുതച്ച് കിടക്കുന്ന കാണാൻ വേണ്ടിയിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ രാവിലെയും കുറച്ച് മഞ്ഞും മഴയും മിക്സായിട്ടുണ്ടായിരുന്നു. ഞാനും കുടയൊക്കെ എടുത്തിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയത് ഫസ്റ്റ്. നല്ല രീതിക്ക് മഞ്ഞും മഴയും കൂടെ മിക്സ് ആയിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടില്ലേ, ഇതാണ് മണാലി മെയിൻ മാർക്കറ്റ്. കണ്ടില്ലേ, എല്ലാവരും കുടയും റെയിൻ കോട്ടൊക്കെ ഇട്ടിട്ടാണ് നടക്കുന്നത്. കാരണം മഴയും മഞ്ഞും കൂടെ ഒരുമിച്ചാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നമ്മളെ ദേഹത്ത് ഇവിടെ നമുക്ക് സഹിക്കാൻ പറ്റില്ല കേട്ടോ. കാരണം വെള്ളവും മഞ്ഞും കൂടെ ആയിട്ട് തണുത്ത് മരവിച്ച് പോകും. ഇന്നലെ തന്നെ നമ്മൾ 2 വീലർ എടുത്ത് പോയിട്ട് ഫുള്ള് മരവിച്ച് പോയി. സോ കുട എടുത്ത് അല്ലെങ്കിൽ റെയിൻ കോട്ട് ഇട്ട് പോകുന്നതായിരുന്നു നല്ലത്. ഇതവിടെ ലൈവായിട്ട് ജിലേബി ഉണ്ടാക്കുന്നതാണ് കേട്ടോ. നല്ല ചുടുചുടാ ജിലേബി, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇത് ഹൽവ, അവിടെ നല്ല രീതിക്ക് സ്വീറ്റ്സ് ഉണ്ട് കേട്ടോ, പക്ഷെ നല്ല ടേസ്റ്റും ഉണ്ട്. പിന്നെ ആ കുഞ്ഞു പാത്രം കണ്ടില്ല, അതിൽ നമുക്ക് തരുന്ന വെറും 100 റുപ്പീസാണ്. ആ ഒരു ഇതിൽ 100 റുപ്പീസിൻ്റെ അടുത്ത് വരുന്നുണ്ട്. പക്ഷേ നമ്മളത് മഞ്ഞിൽ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അതിൻ്റെ അടുത്ത് മോണസ്ട്രി ഉണ്ട് കേട്ടോ. നമ്മൾ പിന്നെ അങ്ങോട്ടേക്കാണ് പോയത്, ബുദ്ധ മോണസ്ട്രി. ഭയങ്കര പീസ്ഫുള്ളാണ് കേട്ടോ. അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മളങ്ങനെ മോണസ്ട്രിയിലൊക്കെ പോയി. അവിടെ ഇങ്ങനെ ഡ്രസ്സും മൊയിലൊക്കെ കൊണ്ട് ആൾക്കാരുണ്ട് കേട്ടോ. നമുക്ക് അവിടുത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റും. ഇത് അവിടെ നല്ല തിരക്കുണ്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു തടിച്ച് മൊയിലൊക്കെ ഉണ്ട് കേട്ടോ, വെള്ള തക്കുട് മൊയിലൊക്കെ ഉണ്ട്. നമുക്ക് അതിനെയൊക്കെ പിടിച്ച് ഫോട്ടോ എടുക്കാം. നമ്മളെടുത്തിട്ടില്ല, നമ്മൾ മുമ്പ് വന്നിട്ടുണ്ട് കേട്ടോ, ആ സമയത്ത് എടുത്തിട്ടുണ്ട്. സോ ഇപ്രാവശ്യം എടുത്തില്ല. ഇത് കണ്ടോ, അതിൻ്റെ അടുത്തുള്ള മണാലി മെയിൻ മാർക്കറ്റിൻ്റെ അടുത്തുള്ള ഒരു പാർക്കാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, നമ്മൾ കാനഡയിലേക്ക്